ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ ഇതുപോലുള്ള തൊലി കറുത്ത പഴമുണ്ടെങ്കിൽ അതിനി കളയണ്ട. അത് വെച്ച് നമുക്ക് നല്ലൊരു ബനാന കേക്ക് ഉണ്ടാക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്താ ഇതുപോലെ നല്ല സോഫ്റ്റായ നല്ല സ്പോഞ്ച് പോലുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ബനാന കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലൊരു പാത്രത്തിന് മുകളിൽ ഇതുപോലൊരു അരിപ്പ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒറ്റൊരു തവണ മാത്രമേ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നുള്ളൂ. നമ്മളിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഏകദേശം 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്രാമ്പു കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. നമ്മൾ കേക്കിൽ ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈവനിങ്ങിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ മുട്ട ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വയ്ക്കണം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മുട്ട നമുക്ക് മിക്സിയിലിട്ട് ഒരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് മുട്ട നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആദ്യം മുട്ട മാത്രം എടുത്ത് അടിച്ചെടുത്ത് അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം, വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചർ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ബാറ്റർ അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ 2 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അല്ലാത്ത പഴത്തിന് ഒരു ചവർപ്പ് ഉണ്ടാകും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് പഴം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ കൂടെ പഞ്ചസാരയും ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അവസാനം ഈ ഒരു ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ ഒരു ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്.
നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് കിടക്കുന്ന ബാറ്ററാണിത്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇന്ന് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പുള്ള കേക്ക് ടിന്നിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരേ ലെവലിലൊന്ന് നിരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു അടി കട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഈ കേക്കിന്റെ നടുഭാഗം ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഒരു 4-5 ദിവസമൊക്കെ പുറത്ത് തന്നെ കേടുകൂടാതെ നിൽക്കും. ഇനി ബനാന കേക്ക് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ബനാന കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.